ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. माननीय सदस्यगण, अभी प्रश्नकाल है. प्रश्नकाल के अंदर सभी मान्य सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इसलिए मेरा आग्रह है, प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितने समय आप चर्चा करना चाहेंगे, उपयुक्त समय आपको चर्चा के लिए मिलेगा. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് 2ാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2ാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80%-ലധികവും തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർസാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ BJP അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റു ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൗകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലമാണ്.
പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളുമെല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ 2ാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges, and there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity. ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4ാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2-നാണ് ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.